ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഇന്ന് ചായേൻ്റെ പലഹാരം ദോശ, തേങ്ങ ചട്നി, തക്കാളി, ഉള്ളി, കറിവേപ്പില, ഉപ്പ് കൂടിയിട്ടുള്ള ഒരു ചട്നി. അതിന് ഒരു തക്കാളി, ഒരു 4-5 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആദ്യം ഇത് ചെയ്യാം. ഇത് അരച്ച് കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ദോശയ്ക്ക് കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. ഇതേപോലെ ഒരു ചമ്മന്തി ആക്കി. ഇനി തേങ്ങാ ചട്നി. ഇത് തേങ്ങാ ചട്നിയിലേക്ക് ഒരു മുറി തേങ്ങ, കുറച്ച് 2-3 കായ വറ്റൽമുളക്, ഉപ്പ്, കുറച്ച് മോരൊഴിക്കുക. മോരില്ലെങ്കിൽ പുളിയുടെ വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ നന്നായി മിക്സിയിൽ അരച്ചിട്ട് ദോശയ്ക്ക് ചട്നിയായി. നല്ലൊരു വറവും കൂടെ ഇടണം. ദോശ ചൂടാൻ പോവുകയാണ്. അതിനെന്താ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ പാനിൻ്റെ അകത്താണ് ചുടുന്നത്. സാധാരണ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ചുടുന്നത്. ഇന്നിപ്പോൾ ഇതിൽ ആണ് ചുടുന്നത്. ഇന്നിപ്പോൾ ഇതിലൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. പൊതുവെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ചുടുന്നത്. സമയക്കുറവ് കാരണം പുറത്തൊക്കെ പോകാനുണ്ട്. അതുകൊണ്ട് വേഗം ഒന്നായി കിട്ടാൻ. ദോശ, തക്കാളി, ഉള്ളി, കറിവേപ്പില, ഉപ്പ് എല്ലാം കൂടെയുള്ള നല്ലൊരു ചട്നി, തേങ്ങാ ചട്നി. ഞങ്ങളിനി ചായ കുടിക്കാൻ പോവുകയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.